അനഘഗ്രന്ഥമിതാരോ തന്നു, അനഘഗ്രന്ഥമിതാരോ തന്നു, മനുഷ്യൻ്റെ മുന്നിൽ തുറന്നു വച്ചു, ജീവൻ്റെ വിളക്കും കൊളുത്തി വച്ചു, അവനാവോളം വായിച്ചു മതിമറക്കാൻ എന്ന് പറയാനാണ് ഗീത എന്ന് പറയുന്ന ബുക്ക് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. കാരണം മനുഷ്യൻ്റെ മുന്നിൽ തുറന്നു വെച്ചു ഭഗവാൻ കൃഷ്ണൻ, ജീവൻ്റെ വിളക്കം കൊളുത്തി വെച്ചു. അപ്പോൾ നമുക്കിനി വായിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ അത് ഭഗവാൻ തന്ന ഗ്രന്ഥമാണ്. അപ്പോൾ ഇത് അശ്വതി എന്ന് പറയുന്ന സിനിമയിൽ വയലാറിൻ്റെ വരികൾക്ക് ജയചന്ദ്രൻ എഴുതിയ ഒരു പഴയ ഒരു പാട്ടാണ്. വളരെ നല്ല പാട്ടാണ്. കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, അതിൽ എഴുതാൻ ഏടുകളെവിടെ, ഏടുകളെവിടെ, കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം. വളരെ നല്ല ഗീതയൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വരികളൊന്ന് ചൊല്ലിയത്, ഒന്ന് പറഞ്ഞത്. അപ്പോൾ ധ്യാനം. മുഖം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭഗവാനെ ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. അപ്പോൾ ഗീത എന്ന് പറയുന്ന ഒരു ഉത്കൃഷ്ട ഗ്രന്ഥമാണ്. ആ പാട്ടിൽ പറഞ്ഞ പോലെ അനഘ ഗ്രന്ഥം ഇതാരോ തന്നു, ജീവൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു, മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു. അപ്പോൾ ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസഭരിതം. ആസ്വദിച്ചിടണം ഓരോ വരിയും. ഈ ഒരു ജീവിതം തന്നെ ഒരു ഗ്രന്ഥമാണ്. അതിലത്തെ ഓരോ വരിയും ആസ്വദിക്കാൻ കഴിയുന്ന ആൾ ജീവിതം സക്സസ്ഫുള്ളാക്കി എന്ന് പറയാം. പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിതത്തിൻ്റെ മുമ്പിൽ പതറി നിൽക്കുന്ന ആളുകളാണ്. എന്ത് ചെയ്യണം? കാരണം അതിനുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഗൈഡൻസ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നാട് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയാം. ഭഗവാൻ തന്നു, എല്ലാം പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെ ജീവിക്കൂ, എല്ലാം എഴുതി വെച്ചു ഭാഗവതത്തിലും ഗീതയിലും. പക്ഷേ നമ്മളാണെങ്കിൽ പുറം തിരിഞ്ഞു നിൽക്കുന്നു. അത് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പറയണം, ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസഭരിതം, ജീവൻ്റെ വിളക്കും കൊളുത്തി വച്ചു, അവനാവോളം വായിച്ചു മതിമറക്കാൻ എന്ന് പറഞ്ഞ ആ വയലാറിൻ്റെ വരികൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന സംശയമാണ്. ഒരു ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണ്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കേട്ടും പാടിയും നടന്ന പാട്ടുകളാണ്. അന്ന് വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നും നമുക്കില്ല, പാട്ടുകൾ മാത്രമേ ഉള്ളൂ, റേഡിയോ മാത്രമൊക്കെ ഉള്ളൂ. ആ ഒരു കാലം വളരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക, സുഖ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് എന്താ പറയുക, മനസ്സിൻ്റെ ഒരു തൃപ്തി കുറഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അത് നമുക്ക് വീണ്ടെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ നമ്മുടെ ഈ ഗീത പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ നമുക്കതിന് വഴികാട്ടികളാണ്. അതാണ് പറയുന്നത്, ജീവൻ്റെ വിളക്കും കൊളുത്തി വച്ചു, അവനാവോളം വായിച്ചു മതിമറക്കാൻ, കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം. അത് ഞാൻ ഇതൊന്ന് വായിക്കാം. അപ്പോൾ നമുക്ക് ഗീതയിലേക്ക് വരാം. ഇന്ന് കുറച്ച് നമ്മൾ സിനിമ പാട്ടുമായിട്ടാണ് തുടങ്ങിയത്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് വയലാറിനെ പോലെ ഇത് പി ഭാസ്കരൻ്റെ വരികളാണ്. ഒരുപാട് അവരൊക്കെ നമ്മുടെ ഈ തത്വങ്ങൾ ഗ്രഹിച്ചാണ് പലതും കാവ്യങ്ങൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ തത്വങ്ങളുണ്ട്. പഴയ പാട്ടുകളിലൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട്. ഇന്നാണല്ലോ വാലും
തലയും ഇല്ലാത്ത പാട്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ അല്ല പഴയ പാട്ടുകൾ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാഭിജതേന പ്രസിദ്ധ്യേത കർമ്മണഃ. അപ്പോൾ നമ്മൾ 3ാമത്തെ ചാപ്റ്റർ കർമ്മയോഗം, ഭഗവത്ഗീത 8ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നും കൂടെ ശ്ലോകം വായിക്കാം. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാഭിജതേന പ്രസിദ്ധ്യേത കർമ്മണഃ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം. നിയതം കുരു കർമ്മ ത്വം കർമ്മജ്യായോ ഹി അകർമ്മണഃ ശരീരയാത്ര അഭി ച തേ ന പ്രസിദ്ധ്യേത് അകർമ്മണഃ. അങ്ങനെയാണത് മുറിക്കേണ്ടത്. ചില വാക്കുകളൊക്കെ 3 വാക്കുകൾ ചേർന്ന് ഒറ്റ പദമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഈ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് ഞാനിടയ്ക്ക് പറയുന്നത്. നിയതം കർമ്മം ത്വം കുരു. ത്വം എന്ന് പറഞ്ഞാൽ നീയ്, കുരു ചെയ്യുക. നിയതം കർമ്മം എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെട്ട കർമ്മം. നിനക്ക് വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യൂ എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്നില്ല. പലരും നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് വിധിക്കപ്പെട്ട ചില കർമ്മമുണ്ട്. കൃത്യമായിട്ട് മക്കളെ ഗൈഡ് ചെയ്യുകയും മക്കൾക്ക് കൊടുക്കുകയും അതിനുള്ള അറിവില്ലെങ്കിൽ എവിടെന്നെങ്കിലും അത് അത് നേടിയെടുക്കണം. എങ്ങനെയാണ് ഒരു കുട്ടിയെ നന്നായിട്ട് വളർത്തുക? അതാണ് പറയുന്നത്. നിയതം കുരു കർമ്മത്വം. നിൻ്റെ കർമ്മം നീ അനുഷ്ഠിക്കൂ എന്നാണ് ഗീത പറയുന്നത്. കർമ്മ അകർമ്മണ ജ്യായ. കർമ്മ എന്ന് പറയുമ്പോൾ കർമ്മം, അകർമ്മണ എന്ന് പറയുമ്പോൾ അകർമ്മത്തേക്കാൾ ജ്യായ ശ്രേഷ്ഠമാണ്. അകർമ്മണ തേ എന്ന് പറഞ്ഞാൽ നീ കർമ്മം, തേ എന്ന് പറഞ്ഞാൽ നിനക്ക്, അകർമ്മണ കർമ്മം ചെയ്യാതിരുന്നാൽ. കർമ്മ എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യുക, അകർമ്മണ എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യാതിരിക്കുക. ശരീരയാത്ര അഭി. അപ്പോൾ ശരീര സംരക്ഷണം, ശരീരയാത്ര അഭി എന്ന് പറയുമ്പോൾ പോലും എന്നുള്ള അർത്ഥമാണ്. ശരീരയാത്ര അഭി എന്ന് പറയുമ്പോൾ സംരക്ഷണം, ശരീരത്തിന് സംരക്ഷണം പോലും ലഭിക്കില്ല. ന പ്രസിദ്ധേത് എന്ന് പറയുമ്പോൾ ഇല്ല, പ്രസിദ്ധേത് സാധിക്കുക, ന പ്രസിദ്ധേത് സാധിക്കുകയില്ല. അപ്പോൾ ഇതിന് മൊത്തമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? അതായത് വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യൂ. അങ്ങനെ നീ ചെയ്യാതിരുന്നാൽ, നീ ചെയ്താൽ ഒരു കർമ്മം ചെയ്യുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. അപ്പോൾ കർമ്മം അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നാൽ കർമ്മം ചെയ്യാതിരുന്നാൽ നിനക്ക് ശരീര സംരക്ഷണം പോലും ലഭിക്കില്ല, സാധിക്കില്ല അർജുന എന്ന് കൃഷ്ണൻ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു. നമ്മുടെ കുട്ടികളോടൊക്കെ ചില കാര്യങ്ങൾ, വളരെ കഠിനമായ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ പറയും. മോളെ ഇങ്ങനെയൊക്കെ ആയാലും ശരിയാവില്ല മോനെ, നീ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ പക്വതയുള്ള ഒരാളായിട്ട് ഈ സമൂഹത്തിൽ മാറുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കർമ്മം ചെയ്യുന്നതാണ് അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ. അതായത് ഇപ്പോൾ ഒരാൾ പറയുന്നത് ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യൊന്നും വേണ്ട, വെറുതെ ഇരുന്നാൽ മതി, സന്യാസമാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ ഇന്ന് തൊട്ട് സന്യസിക്കുകയാണ്, ഞാൻ ഒരു പണിയും ചെയ്യില്ല, ഞാനിങ്ങനെ ഇരിക്കും വെറുതെ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. കാരണം കർമ്മം ചെയ്യണം. എന്തെങ്കിലും സന്യാസി ആ ഒരു സമൂഹം നമുക്കറിയാത്തതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അവർ നേടുന്ന ജ്ഞാനം പോലും, അവരെ പലതും വായിച്ചും അറിവ് നേടുന്നത് പോലും ഈ സമൂഹത്തിന് ഗുണമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ വായിക്കുന്ന ചിന്മയാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനമായ ഈ ഭഗവത്ഗീതയുടെ ഈ ബുക്ക് ഞാനിത് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ സ്വാമിയുടെ ഇതിൻ്റെ പുറകിലുള്ള ആ ഒരു വർക്ക് എന്തായിരിക്കും, അത് എന്തിനാണ് അതങ്ങനെ ചെയ്തത്? നമുക്ക് ഒരു സമൂഹത്തിന് വഴി കാണിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ സ്വാമി അത് ചെയ്തത്? അപ്പോൾ അതാണ് അവിടെ കർമ്മം ചെയ്യാതെ ഇരുന്നിട്ടില്ല സ്വാമി. സന്യാസിയായിട്ട് വെറുതെ ഇരുന്നതല്ല, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുക, മറ്റുള്ളവർക്ക് വഴികാട്ടുക, ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവരൊക്കെ. അപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാഷായം കൊടുത്ത് ഒന്നും ചെയ്യാതിരിക്കുക
ഇരിക്കുന്ന ഒരവസ്ഥയല്ല. അപ്പോൾ ഇവിടെ അർജുനൻ കുറച്ച് സമയത്തേക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് ആ സമയത്ത് അർജുനനോട് പറയുന്നു, നീ കർമ്മം ചെയ്യണം. കർമ്മം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്നതാണ് അകർമ്മം. അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് അർജുന. അതുകൊണ്ട് നീ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പലപ്പോഴും നമ്മുടെ കർത്തവ്യം എന്താണോ, നമ്മൾ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ഡോക്ടർ, ഒരു ടീച്ചർ, എല്ലാം ഒരു വീട് കെട്ടുന്ന ഒരു ജോലിക്കാരൻ പോരെ, എന്താ പറയുക, ഒരു സാധാരണ ഒരു ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾ വരെ, അവർക്ക് വരെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ ജോലിക്കും ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയും. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യം മനസ്സിലാക്കുക, അതിനെ ആസ്വദിക്കുക. അതാണ് പറയുന്നത്, ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസഭരിതം. ഇന്നോ നാളെയോ വിളക്കുകെടും, ഇന്നോ നാളെയോ വിളക്കുകെടും, പിന്നെയോ ശൂന്യമം അന്ധകാരം. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജീവിതം ഒരു കാവ്യ പുസ്തകം തന്നെയാണ്. അത് വായിക്കാനും അത് എൻജോയ് ചെയ്യാനും നമ്മൾ പഠിക്കണം. അപ്പോൾ അല്ലെങ്കിൽ, കാരണം ഇന്നോ നാളെയോ വിളക്ക് കെടുന്നവരുടെ ജീവിതം അത്രയും അസ്ഥിരമാണെന്ന് നമുക്ക് ഗീത പറഞ്ഞു തരുന്നു. അത് ലൈക്ക് എ ബബിൾ, അതായത് ഒരു നീർപ്പോള പോലെയാണ് ജീവിതം. അപ്പോൾ ആ ഒരു വളരെ അസ്ഥിരമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് വി ക്യാൻ ഡു ഫോർ ദ സൊസൈറ്റി, വാട്ട് വി ക്യാൻ ഗിവ് ഫോർ ദ സൊസൈറ്റി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കുക. നമ്മളൊക്കെ ഒരുപാട് സ്വാർത്ഥരായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ദോഷം നമ്മുടെ വീടുകളിലേക്ക് തന്നെയാണ്. കാരണം എത്ര സ്വാർത്ഥതയുണ്ടോ അത്രയും നമുക്ക് നമ്മുടെ വീടുകളിൽ ദോഷം ഉണ്ടാവും. അപ്പോൾ പറയുന്നത് കർത്തവ്യ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് അർജുനനെ ഒന്ന് ഉണർത്തുന്നു. എന്നിട്ട് പറയുന്നു, 4 തരത്തിലാണ് വൈദിക കർമ്മങ്ങളുള്ളത്. വേദങ്ങൾ അനുഷ്ഠിക്കുന്നത്, നിത്യകർമ്മം, ഡെയിലി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പഴയ കാലത്തൊക്കെയാണ് അഗ്നിഹോത്രം എന്നൊക്കെ പറഞ്ഞ് രാവിലെ എണീറ്റ ഉടനെ ഹോമം പോലെ ഒരു ചെറിയ, അപ്പോൾ ആ അഗ്നിഹോത്രമൊക്കെ അതൊക്കെ നിത്യകർമ്മങ്ങളിൽ പെടും. പിന്നെ ഇനി അമ്പലങ്ങളിലൊക്കെയാണ് നിത്യം ചെയ്യുന്ന ഹോമങ്ങളൊക്കെ, ഗണപതി ഹോമങ്ങളൊക്കെ, അതൊക്കെ നിത്യ കർമ്മങ്ങളിൽ പെടും. പിന്നെ നൈമിത്തിക കർമ്മം എന്ന് പറയുന്നുണ്ട്. നൈമിത്തിക കർമ്മം പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ചെയ്യുന്നത്, വലിയ ഈ യാഗങ്ങളൊക്കെ ചിലപ്പോൾ അനുഷ്ഠിക്കും, എന്തെങ്കിലും അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് നൈമിത്തിക കർമ്മങ്ങൾ. പിന്നെ കാമ്യകർമ്മം എന്ന് പറയും. കാമ്യകർമ്മം ഒരു പ്രത്യേക ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുത്രകാമേഷ്ടി യാഗം ദശരഥനൊക്കെ ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് പായസം വന്നു, അത് ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ പുത്രകാമേഷ്ടി, പുത്രനെ ലഭിക്കാൻ വേണ്ടി ദശരഥൻ ചെയ്ത യാഗമാണ്. അപ്പോൾ പുത്രകാമേഷ്ടി അതൊരു കാമ്യ കർമ്മമാണ്. അപ്പോൾ കാമ്യകർമ്മം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആഗ്രഹം നിറവേറ്റാനായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു കർമ്മത്തിനെയാണ് കാമ്യകർമ്മം എന്ന് പറയുക. പിന്നെ ഉള്ളത് നിഷിദ്ധ കർമ്മമാണ്. അപ്പോൾ കൊള്ളയടിക്കുക, ബാങ്ക് കൊള്ളയടിക്കുക, വീട്ടിൽ മോഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കുക, പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് ലഹരികൾ ഉപയോഗിക്കുക, ഇതെല്ലാം നിഷിദ്ധ കർമ്മങ്ങളിൽ പെടുന്നു എന്നാണ് പറയുന്നത്. ഒരാളെ കൊല ചെയ്യുക, കൊള്ള, ലഹരിയുടെ അമിതമായ ഉപയോഗങ്ങൾ, ഇതെല്ലാം നിഷിദ്ധ കർമ്മങ്ങളാണ്. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയുന്നു, നീ കർമ്മം ചെയ്യണം. കാരണം കർമ്മം അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരാൾ, അയാളുടെ ശരീരവും ക്ഷയിച്ചു പോവും. അപ്പോൾ അയാൾക്ക് ശരീര സംരക്ഷണം പോലും ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം സാധാരണ ജീവിതത്തിൽ നമ്മൾ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമുക്ക് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം. അതാണ് ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ
സന്ദേശരസഭരിതം. ഇന്നോ നാളെയോ വിളക്കുകെടും, പിന്നെയോ ശൂന്യമം അന്ധകാരം. അപ്പോൾ നമ്മുടെ ഒരു ജീവിതം എന്നാണെന്ന് നമുക്ക് ഒന്നും അറിയില്ല. ഇതൊക്കെ എത്ര കാലമാണ് നമുക്ക്. അപ്പോൾ ആ ഉള്ള സമയം നന്നായിട്ട് ആസ്വദിക്കുക. നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു ലോകത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, എന്തെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളൊക്കെ എന്തെല്ലാമോ പിന്നെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നു നമ്മുടെ ലോകത്ത് വികസനം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പ്രകൃതി, ഭഗവാൻ, ഈ പ്രപഞ്ചശക്തി, അതൊക്കെ ഇതിനൊക്കെ ഇല്ലാതെയാക്കാനും ഒക്കെ എത്ര സമയം മതി എന്നൊക്കെ നമ്മൾ പലതും നമ്മൾ ന്യൂസിലും ഒക്കെ കേൾക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രപഞ്ച സത്യത്തെ നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ മുമ്പിൽ നമസ്കരിക്കുക, അതിന് എത്രത്തോളം അതിനോട് സമർപ്പണമുണ്ടോ ആ ഒരു സത്യം, പ്രപഞ്ച സത്യം, അതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം, ഈശ്വരനെന്നോ സത്യമെന്നോ ആത്മാവ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പിന്നെ അപ്പോൾ നമ്മളൊരു സമൂഹ ജീവി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും, ഒന്നും ചെയ്യാതെ അലസമായിരിക്കുന്ന ഒരാൾക്ക് ശരീര സംരക്ഷണം പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉപകാരമില്ലാത്ത ആളാവുകയും അയാളെ സംരക്ഷിക്കാതെ ആവുകയും അയാൾക്ക് തന്നെ പല കാര്യങ്ങളും രോഗങ്ങളൊക്കെ വന്ന്, കാരണം നിഷ്ക്രിയമായിട്ടിരിക്കുന്ന ശരീരത്തിൽ രോഗം വരുമല്ലോ. അപ്പോൾ അങ്ങനെ രോഗങ്ങളൊക്കെ വന്ന് ആ വ്യക്തി ആലസ്യത്തിൻ്റെ പിടിയിൽ ശരീരം പോലും ക്ഷയിക്കും അർജുന. അതുകൊണ്ട് നീ പിന്നെ ശരീരയാത്രാഭിജതേന പ്രസിദ്ധേത കർമ്മണഃ എന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരയാത്രാഭിജത എന്ന് പറയുമ്പോൾ ശരീര സംരക്ഷണം, ശരീരയാത്ര അഭി എന്ന് പറയുമ്പോൾ ശരീര സംരക്ഷണം പോലും ന പ്രസിദ്ധേത് എന്ന് പറഞ്ഞാൽ ലഭിക്കുകയില്ല. അപ്പോൾ ശരീര സംരക്ഷണം ലഭിക്കണമെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ജോലി ചെയ്യണം. അപ്പോൾ ആ ഒരു ജോലി എന്ന് പറയുന്നത് ശരീരത്തിനും ആവശ്യമാണ്. അങ്ങനെ സ്വന്തം ആലസ്യം വെടിയണം എന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു. അപ്പോൾ കർമ്മങ്ങൾ പിന്നെ അനുഷ്ഠിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കണം. അകർമ്മത്തേക്കാൾ കർമ്മമാണ് ശ്രേഷ്ഠമെന്നും പറയുന്നു. അപ്പോൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.